ഇന്ന് ഇപ്പോൾ ഇവിടെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ വെള്ളിയാഴ്ച വൈകിട്ട് 6:30 എൻ്റെ മോളുടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തുന്നുണ്ട്. അത് സർപ്രൈസ് പാർട്ടി ആയിട്ടാണ് നടത്തുന്നത്. സർപ്രൈസ് പാർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബർത്ത്ഡേ നടത്തുന്ന മോൾക്ക് അറിഞ്ഞോടെ ഇങ്ങനെ ഒരു പാർട്ടി നടത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയാവുമ്പോൾ ഈ ബർത്ത്ഡേ ഉള്ള മോളിനെയും കൊണ്ട് ഹസ്ബൻഡ് പുറത്തു പോകും. അപ്പോൾ അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഈ വളർത്തുന്ന മീനെ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളിയാഴ്ച കൊണ്ടുപോകാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 6:30 ആകുമ്പോഴേക്കും അവൾ തിരിച്ചു വരും. അപ്പോൾ 5 മണി കഴിയുമ്പോൾ ഇവർ പോണ സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരും. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടിയിട്ട് ഒരു 19 പേരുണ്ടാവും. അപ്പോൾ 5 മണി അവൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരേക്ക് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 6:30 ആകുമ്പോൾ ഹസ്ബൻഡ് അവളേനെയും കൊണ്ട് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നിൽക്കും. അപ്പോൾ അവൾ വന്ന് കയറുന്ന സമയത്ത് ലൈറ്റ് ഇടും. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടും. പിന്നെ ഇവിടെ പുറത്ത് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത് കാണുമ്പോൾ അവൾ ചോദിക്കുമല്ലോ, ഇതെന്താ ഇത്രയ്ക്ക് അധികം വണ്ടികൾ പാർക്ക് ചെയ്തേക്കണേന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ കൂട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു പുതിയൊരു നെയ്ബറോട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അവരുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി കാണുമ്പോഴും അവൾക്ക് സംശയം ഉണ്ടാവില്ല. അപ്പോൾ അവൾക്ക് ശരിക്കും സർപ്രൈസ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് എനിക്ക് വെള്ളിയാഴ്ച റെഡിയാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. പിന്നെ മോള് സ്കൂളിൽ പോണ സമയത്തായിരിക്കും എനിക്ക് കൂടുതൽ സാധനങ്ങൾ റെഡിയാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അല്ലെങ്കിൽ ഇപ്പോൾ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ കട്ട്ലേറ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് അധികം ഉണ്ടാക്കുമ്പോൾ അവൾ ചോദിക്കുമല്ലോ എന്തിനാ ഇത്രയ്ക്ക് അധികം ഉണ്ടാക്കണമെന്നുള്ളത്. പിന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അവൾ കാണാണ്ട് ഞാൻ റെഡിയായി കഴിയുമ്പോൾ എടുത്ത് നീക്കി വയ്ക്കും. പിന്നെ ഞാനിവിടെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കണത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അവൾ വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം ഞാൻ എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കണ ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പിറ്റൈസറായിട്ട് ബീഫ് കട്ട്ലേറ്റും എഗ് പപ്സും ഉണ്ടാക്കുന്നത്. പിന്നെ പുറത്തുനിന്ന് ചിപ്സും പിന്നെ ജ്യൂസും വാങ്ങും. അപ്പോൾ സാധാരണ പാർട്ടികൾക്ക് പോകുമ്പോൾ മിക്കപ്പോഴും അപ്പം, പിന്നെ സ്റ്റൂ, ബ്രെഡ്, അല്ലെങ്കിൽ എന്താ ചിക്കൻ വറുത്തത്, അല്ലെങ്കിൽ ബജ്ജി, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് സാധാരണ കാണാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കട്ട്ലേറ്റൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ എല്ലാവരും ബീഫ് കഴിക്കുന്നവരാണ്. അപ്പോൾ ബീഫ് കട്ട്ലേറ്റ് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കുന്നു. എനിക്കറിയാം അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണെന്നുള്ളത്. പിന്നെ എഗ് പപ്സ് നമ്മുടെ നാട്ടിൽ ബേക്കറികളിലേക്ക് എപ്പോഴും വാങ്ങാൻ കിട്ടുന്ന പോലെ ഇവിടെ അങ്ങനെ പപ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല. അപ്പോൾ എഗ് പപ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാണ് അപ്പിറ്റൈസറായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ചോറിന് കറിയായിട്ട് മട്ടൻ കറി വെക്കുന്നുണ്ട്. അത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തിക്ക് ഗ്രേവി ആയിട്ടുള്ള മട്ടൻ കറിയാണ് വെക്കുന്നത്. പിന്നെ ബീഫും ഏത്തക്കായും കൂടിയിട്ട് വരട്ടിയിട്ട് എടുക്കും. അത് ഞങ്ങളുടെ അങ്കമാലിക്കാരുടെ ഒരു സ്പെഷ്യൽ കറിയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്തത് വലിയ ടൈപ്പ് മീനല്ല കേട്ടോ. സാധാരണ നമ്മൾ ഇങ്ങനെ പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ നെയ്മീൻ വറുത്തതൊക്കെ ആയിരിക്കും മിക്കയിടത്തും ഉണ്ടാവുക. അല്ലെങ്കിൽ ഞങ്ങളുടെ അങ്കമാലി സൈഡിലൊക്കെ കരിമീൻ വറുത്തതുണ്ടാവും. പക്ഷേ കരിമീൻ ഞങ്ങൾക്ക് ഇവിടെ കിട്ടില്ല. അപ്പോൾ ഞാൻ മറ്റേ മുള്ളോട് കൂടിയിട്ട് കഴിക്കുന്ന മീനുണ്ടല്ലോ, എന്താ പറയുക, കൊഴുവേനേക്കാളും കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു മീൻ. ആ മീനൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. ആ മീനിങ്ങനെ മൊരിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ മീൻ വറുത്തത്, പിന്നെ കുമ്പളങ്ങ മോരുകറി, പിന്നെ ക്യാബേജ് തോരൻ. അപ്പോൾ ചോറിന് 5 കൂട്ടം കറികളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അപ്പിറ്റൈസറായിട്ട് ഐസ്ക്രീം, അതിൻ്റെ ഒരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഉണ്ട്. അതെൻ്റെ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ആർക്കും ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ മിക്കപ്പോഴും ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കാറുണ്ട്. അതെല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വ്യാഴാഴ്ച ഞാൻ കറികളായിട്ട് മട്ടൻ കറി വയ്ക്കും, ബീഫ് വയ്ക്കും, പിന്നെ കുമ്പളങ്ങ മോരുകറി വയ്ക്കും, കട്ട്ലേറ്റിൻ്റെ മിക്സിങ് റെഡിയാക്കിയിട്ട് വയ്ക്കും, പിന്നെ ഐസ്ക്രീം റെഡിയാക്കിയിട്ട് വയ്ക്കും. പിന്നെ നാളെ പപ്സ് ഉണ്ടാക്കൽ ഒരു നല്ലൊരു പണിയായിരിക്കും. പിന്നെ കട്ട്ലേറ്റ് ഞാൻ ഇന്ന് അതിൻ്റെ മിക്സിംഗ് ഒക്കെ റെഡിയാക്കിയിട്ട് വെക്കുള്ളൂ. നാളെയാണ് ഞാനത് ഷേപ്പൊക്കെ ആക്കിയിട്ട് രാവിലെ ഷേപ്പൊക്കെ ആക്കിയിട്ട് വെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ഒരു 5:30 ആകുന്ന സമയമൊക്കെ ആകുമ്പോൾ ഞാൻ കട്ട്ലേറ്റ് വറക്കുള്ളൂ. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഞാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത്. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണം. എനിക്കങ്ങനെ ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലാണ്ട് എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഇനി ഓരോന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് എല്ലാം കൂട്ടിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് കാണിക്കാം. കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോണത്. മട്ടൻ ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇതൊരു 6 കിലോ മട്ടനുണ്ട്. പിന്നെ അതിലേക്കുള്ള സവോളയ്ക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗരം മസാലയൊക്കെ ഞാൻ ഫ്രഷായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മല്ലി പൊടിച്ചതാട്ടോ. പിന്നെ ഗരം മസാല ഇതും ഞാനിപ്പോൾ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുകയാണ്. പിന്നെ വെളുത്തുള്ളിക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മട്ടനിലേക്ക് ചേർക്കാനാട്ടോ. മട്ടനിലേക്ക് ഞാൻ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കും. അപ്പോൾ ആ മട്ടൻ്റെ ആ ഒരു കുത്തുണ്ടല്ലോ, അത് നമുക്ക് അത്രയ്ക്കാണ്ട് തോന്നില്ല. പിന്നെ ഇതേപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ബേ ലീഫ് ചേർക്കാണ്. ഞാൻ ഓയിലൊക്കെ കുറച്ച് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. കാരണം ഇത് ഞാനിവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മട്ടൻ കറി ആയിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സവോളയ്ക്കും കുറച്ച് കൂടുതൽ ഇട്ടിട്ട് വഴറ്റിയിട്ടാണ് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സവോളയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ മുരിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഓയിൽ നന്നായിട്ട് വേണമല്ലോ. ഇനി അതിലേക്ക് സവോള ചേർക്കാം. ഇഞ്ചി ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല എളുപ്പമാണല്ലോ. ഇതിലേക്ക് വെളുത്തുള്ളിയും ചേർക്കാം. ഇനി അടുത്തത് ഞാൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോണത് ബീഫും ഏത്തക്കായും കൂടിയിട്ടാ. അത് ഞങ്ങളുടെ അങ്കമാലി സൈഡിലൊക്കെ ബീഫും ഏത്തക്കായും കൂടിയിട്ട് വരട്ടിയിട്ട് എടുക്കുന്നത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ളൊരു കറിയാണത്. അപ്പോൾ ഞാൻ 2 തരത്തിലുള്ള ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം അധികം ഫാറ്റില്ലാത്ത ബീഫും പിന്നെ കുറച്ച് നല്ല ഫാറ്റുള്ള ബീഫും വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഏത്തക്കായ ഇട്ടിട്ട് വെക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫാറ്റ് വേണം. അപ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടിയാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇത് ബീഫ് വരട്ടിയെടുക്കാനുള്ളതാട്ടോ. സവോളയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കണം. ചെയ്തിട്ടില്ല. എൻ്റെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അതിലേക്ക് ഓയിൽ ചേർക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ചേർക്കട്ടെ. ഇതിപ്പോൾ ബീഫിലേക്ക് ഇടാനുള്ള ഏത്തക്കായ കട്ട് ചെയ്യട്ടെ. ഇതിൻ്റെ തൊണ്ട് ഞാൻ പറയുന്നില്ല, കാരണം ഇത് നല്ല മൂക്കാത്ത നല്ല കിളുന്ത ഏത്തക്കായാണ്.
ഇപ്പോൾ ബീഫ് നന്നായിട്ട് ചൂടാക്കി ആയി കഴിഞ്ഞപ്പോൾ ബീഫിൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് സെപ്പറേറ്റ് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലേക്ക് തേങ്ങക്കൊത്തും കൂടിയും ചേർത്തിട്ടുണ്ട്. തേങ്ങക്കൊത്ത് പിന്നെ വെന്ത് ഉടഞ്ഞു പോയില്ലല്ലോ. കട്ട്ലേറ്റിനുള്ള ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കണില്ല. ബീഫ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ബീഫിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വരും. അപ്പോൾ ഫസ്റ്റ് കുക്കർ നന്നായി ഇങ്ങനെ അടച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കണില്ല, അതേപോലെ ജസ്റ്റ് ഇങ്ങനെ മൂടി വെക്കണുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് ഈ ബീഫിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ ജ്യൂസൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞിട്ട് മാത്രമേ ഈ കുക്കർ നമ്മൾ ലോക്ക് ചെയ്ത് അടയ്ക്കുള്ളൂ. ഈ കുമ്പളങ്ങ മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് പോകണം. മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി മോരുകറിയിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ബീഫിലെ വെള്ളമൊക്കെ വറ്റി ഇത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കും.
കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ബീഫ് മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാണ്. ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ബീഫ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഉരുളൻകിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ പുഴുങ്ങിയിട്ട് തന്നെ ഉരുളൻകിഴങ്ങ് ചേർക്കണം. ഇത് ഐസ്ക്രീം ആട്ടോ. അത് ഇത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ആട്ടത്. ഇപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച രാവിലെ 7:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മുട്ട പപ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിലേക്കുള്ള സവോളയിന് റെഡിയാക്കിയിട്ട് വെച്ചേക്കുന്നത്. ഈ പപ്സിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുട്ടയിൽ നിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാനിവിടെ തീ ഓഫ് ചെയ്യാണ്. ഇനി സ്റ്റീം മുഴുവൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുക്കർ തുറക്കാം. അപ്പോൾ മുട്ട റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ പപ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2-3 ട്രിപ്പായിട്ടാണ് ബേക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നേരത്തെ കൂട്ടിയിട്ട് നമ്മൾ ബേക്ക് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പകുതി മാത്രമേ ബേക്ക് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് കഴിക്കുന്ന സമയത്ത് ആണ് അത് ഫുള്ളായിട്ട് ബേക്ക് ചെയ്തിട്ടിടുക.
തീർന്നു പോയി. ഞാനിപ്പോൾ ഒരു 38 പപ്സ് ഉണ്ടാക്കി. അപ്പോൾ അതിനുള്ള മസാല ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ രണ്ടാമതായിട്ടുള്ള മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ഞാൻ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് ഫുള്ളായിട്ടാണ് മിക്സ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. എൻ്റെ രണ്ടാമത്തെ ട്രിപ്പും പപ്സും റെഡി ആയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടാണ്ട് ബേക്ക് ചെയ്തിട്ടില്ല കേട്ടോ, ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാനുണ്ട്. ഇനി ഈ മീനാണ് ഞാനിവിടെ വറുക്കാൻ വേണ്ടിയിട്ട് പോണത്. നമ്മുടെ നാട്ടിലേക്ക് കൊഴുവാന്ന് പറയില്ലേ, മുള്ളോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ മീൻ. ആ മീനാണ്. അത് ക്ലീൻ ചെയ്തിട്ടില്ല, അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ തന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 100 കട്ട്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നത്. ഇത് ഞാനിവിടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കിയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കട്ട്ലേറ്റ് എല്ലാവരും ഞാൻ ഇവിടെ ഇതേപോലെ തന്നെ ഷേപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എനിക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഇവിടെ സമയം 12:09 ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 2 മണിക്കൂറും കൂടി ഉണ്ട്. ഇനി എനിക്ക് മീൻ ക്ലീൻ ചെയ്യണം. ഇനി ഞാനിപ്പോൾ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഇപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മീനിൻ്റെ തലയൊക്കെ കേട്ടോ. നമ്മുടെ നാട്ടിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോഴികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സാധാരണ നാട്ടിലേക്ക് മീൻ വെട്ടുമ്പോൾ കോഴികൾ വന്നിട്ട് ചുറ്റോളം നിൽക്കും. പക്ഷെ ഇവിടുത്തെ കോഴികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരും തൊട്ട് നോക്കില്ല. ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് ട്രിപ്പ് പപ്സും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഇവിടെ ഇപ്പോൾ 1:45 2:15 ആകുമ്പോഴേക്കും മോളെത്തും. അപ്പോൾ അതിനു മുമ്പ് ഇതെല്ലാം മാറ്റി വയ്ക്കണം. ഇപ്പോൾ പപ്സും റെഡി ആയിട്ടുണ്ട്. ഇനി പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ വീട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ വെച്ചിട്ട് അവിടെ കാണാണ്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കേക്കും ഉച്ചയായിട്ട് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ സമയം 5:30 ആയിട്ടോ. ഞാനിപ്പോൾ കട്ട്ലേറ്റ് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്.
എല്ലാവരും റെഡി ആയിട്ട് നിൽക്കണ്ട. ലൈറ്റൊക്കെ ഓഫ് ചെയ്തേക്കാണ്. Were you in on this? Yes, I was. Yes, in the table. I'm worried. Oh, I did. Thank you. You can't put two of them together. You know that, right? Yeah, guys created like this fighting. We gotta go. say